ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഷോൾ ഡിസൈനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോൾ ഡിസൈനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പാറ്റേൺ ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാണ്. ഒരു ഷോളിൻ്റെ വിട്ത് എന്ന് പറയുമ്പോൾ 44 ആണ്. അപ്പോൾ എനിക്ക് അത്രയും വിട്ത് വേണ്ട, ഞാൻ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എത്രത്തോളമാണോ വിട്ത് വേണ്ട അതനുസരിച്ച് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക, നമ്മുടെ പാറ്റേൺ വരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. മൂൺകൂടാസ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വർക്കാണ് ചെയ്തെടുക്കുന്നത്. 3 ലീഫും നമുക്ക് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെച്ച് ഒരു ലൈനും പോകുന്നുണ്ട്. പിന്നെ സീക്വൻസ് വെച്ച് ഒരു 3 ലെയർ ഇവിടെയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് കേട്ടോ. ഈ ഒരു വർക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും ഇതുപോലുള്ള ഗോൾഡൻ സീക്വൻസും ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. എല്ലാ വീഡിയോയിലും നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ ബ്ലാക്ക് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഓരോ ലൈൻ വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുവാണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഷോളിൻ്റെ വൺ സൈഡ് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ 3 ലീഫ് 3 സൈഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ 3 കട്ട് ബീഡും ഒരു സീക്വൻസും വെച്ച് ഇതുപോലെ 3 ലെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റും കേട്ടോ. വെറും കട്ട് ബീഡ്സും സീക്വൻസും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ കണ്ടോ, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ നമ്മൾ ഇതുപോലെ കട്ട് ബീഡ്സും സീക്വൻസും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.